അങ്ങനെ ഈ വർഷത്തെ കർക്കിടക മാസം ഞാനങ്ങനെ വെറുതെ വിട്ടില്ലട്ടോ. ഞാൻ നേരെ എത്തിയത് വിശ്വേക ആയുർവേദയിലാണ്. ഇവിടെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ ഡോക്ടർ നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് വേണമെന്ന് സജസ്റ്റ് ചെയ്യുള്ളൂ. ആദ്യം തന്നെ അവരുടെ ഹെയർ ഓയിൽ വെച്ചിട്ട് ഒരു ഹെഡ് മസാജ് ആണ്. ഹെഡ് മസാജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്റെ തലയിലുള്ള ഭാരം അങ്ങോട്ട് ഇറങ്ങി. അതിനുശേഷം കുറച്ച് ആയുർവേദ കൂട്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഇട്ടു. സത്യം പറഞ്ഞാൽ ഈ ഹെയർ ഓയിലും ഹെയർ പാക്കൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ഹെയറിൽ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഹെയർ ഓയിൽ ഇടാറില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്യാറുമില്ല. കാരണം അവർ ചെയ്യുന്ന ഓരോ മസാജിലും ഹെയർ പാക്കിലൊക്കെ എന്തോരം ഗുണങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് പറയാറില്ല. ഫേസ് ഓയിൽ കൊണ്ട് ഒരു ഫേസ് മസാജ്, അതിനുശേഷം നേത്രധാരയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അതുപോലെ തന്നെ കണ്ണിന് നല്ല സ്ട്രെയിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നേത്രധാര ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം ഫേസ് പാക്ക് ഇട്ടു. ഇനിയാണ് ഫുൾ ബോഡി മസാജ് വിത്ത് ഞവരക്കിഴി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റീം ബാത്ത് ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും ബോഡി സെറ്റായി. ശിരോധാര, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊഴിക്കുമ്പോൾ തന്നെ നല്ല കുളിരായിരിക്കും തലയിൽ. ആ ചൂടൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. വിശ്വേകയുടെ ആംബിയൻസ് ഒരു പക്ക ഗ്രീനറി ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരുന്നിട്ടാണ് നമ്മൾ ധൂമപാനം ചെയ്യുന്നത്. ഇനി ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവാൻ അവരുടെ ചുക്ക് കാപ്പി കൂടി കുടിക്കണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ടു വിശ്വേക ആയുർവേദ തൃക്കാക്കര. ബൈ ബൈ.